നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് ഗസറ്റഡ് ജീവനക്കാരുടെ ഏൺ ലീവ് സറണ്ടർ എങ്ങനെ സ്പാർക്കിലൂടെ പ്രോസസ്സ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ ഏൺ ലീവ് സറണ്ടർ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ കാര്യത്തിൽ ആപ്ലിക്കേഷൻ ഇടുന്നതൊക്കെ ഓൺലൈനായിട്ട് ആണ് എങ്കിൽ ഗസറ്റഡ് ജീവനക്കാരുടേത് ഇതുവരെ അത് ഓൺലൈൻ ആക്കിയിട്ടില്ല. നമ്മളിപ്പോഴും മാനുവലായിട്ട് നമ്മളുടെ ലീവ് ആപ്ലിക്കേഷൻ അതായത് ഫോം 30 അപേക്ഷ കൊടുക്കുന്നു. അത് നമ്മളുടെ ഏൺ ലീവ് സറണ്ടർ പാസ്സാക്കാൻ അർഹതപ്പെട്ട ഉദ്യോഗസ്ഥൻ പ്രൊസീഡിങ്സ് ആക്കി അത് ഏജിക്ക് അയക്കും. ഏജിൽ നിന്നും സ്ലിപ്പ് നമുക്ക് സ്പാർക്കിൽ അപ്ഡേറ്റ് ആകുന്ന മുറയ്ക്ക് നമ്മൾ സ്പാർക്കിലൂടെ ബില്ലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ സ്പാർക്കിലൂടെ എടുക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് ഈ സ്ലിപ്പ് നമുക്ക് സ്പാർക്കിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്തിൽ മൂന്നാമത്തെ ഓപ്ഷൻ വ്യൂ എ ജി പേ സ്ലിപ്പ് ഡീറ്റെയിൽസ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അത് കണക്ക് ഏത് എംപ്ലോയിയുടെ സ്ലിപ്പ് വന്നിട്ടുണ്ടോ എന്നാണോ നമുക്ക് പരിശോധിക്കേണ്ടത്. ആ ഒരു വ്യക്തിയുടെ പേര് നമ്മളവിടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ പേ സ്ലിപ്പ് ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനകത്ത് ഏൺ ലീവ് സറണ്ടറിൻ്റെ സ്ലിപ്പ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏൺ ലീവ് സറണ്ടറിൻ്റെ സ്ലിപ്പ് വന്നിട്ട് നമുക്ക് കാണാം. അതിനകത്ത് വാലിഡേറ്റഡിൻ്റെ അവിടെ നോ ആണ് കിടക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഏൺ ലീവ് സറണ്ടറിൻ്റെ കേസിൽ നമുക്ക് സ്ലിപ്പ് വാലിഡേറ്റ് ചെയ്യേണ്ടതില്ല. നമുക്കിപ്പം ലീവ് സ്ലിപ്പാണെങ്കിലും പേ സ്ലിപ്പാണെങ്കിലും വരുമ്പം നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അതല്ല എങ്കിൽ നമ്മൾ അടുത്ത മാസത്തെ സാലറി പ്രോസസ്സ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഓൾറെഡി സ്ലിപ്പ് പെൻഡിങ് ആണ്, അത് വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ സാലറി പ്രോസസ്സ് ചെയ്യാവൂന്ന് നമുക്കൊരു പോപ്പപ്പ് വരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഏൺ ലീവ് സറണ്ടർ സ്ലിപ്പിനകത്ത് ആ ഒരു പോപ്പപ്പ് ഒന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്ലിപ്പ് വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക. ഈ കാര്യം പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഓഫീസിലായാലും ജീവനക്കാരൻ പലപ്പോഴും ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞു, നമ്മൾ അടുത്ത വർഷത്തെ ആപ്ലിക്കേഷൻ ഇതിനൊക്കെ കൊടുത്ത് ഒരു സമയത്ത് നമുക്ക് ബില്ലെടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മുൻ വർഷത്തെ സ്ലിപ്പ് കിട്ടിയിട്ട് നമ്മൾ ബിൽ മാറാതെ കിടക്കുവാണ്. ഇത് സംബന്ധിച്ച് ഫിനാൻസിൽ നിന്നൊരു സർക്കുലർ ഉണ്ട് 83/2025, തീയതി 6/11/2025. ആ ഒരു സർക്കുലർ കൂടി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ആ വലതുവശത്തുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേ സ്ലിപ്പ് ഡീറ്റെയിൽസ് നമുക്ക് വരുന്നതായിരിക്കും. പേ സ്ലിപ്പ് ഡേറ്റ്, നമ്പർ, എഫക്റ്റീവ് ഡേറ്റ്, എത്ര ദിവസമാണ് സറണ്ടർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും നമുക്കവിടെ കാണാം. ഇതിൽ നമ്മൾ ആ പേ സ്ലിപ്പ് ഡേറ്റും പേ സ്ലിപ്പ് നമ്പറും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ഓർഡർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നേരെ ഓർഡർ എൻട്രി ചെയ്യണം. അതിനായിട്ട് സർവീസ് മാറ്റേഴ്സിൽ ലീവ് കോമ്പൻസേറ്ററി ഓഫ് ഓഡി പ്രോസസ്സിംഗ് എന്നതിൽ ലീവ് സറണ്ടർ ഓർഡർ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. അതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ് എന്നിവ സെലക്ട് ചെയ്യുക. ഇയർ 2025 എന്ന് അവിടെ വന്നു, അത് ഞാൻ തിരുത്തുന്നില്ല. അതിനുശേഷമുള്ള മന്ത് എന്ന് പറയുന്നത് നമുക്ക് പേ സ്ലിപ്പിൻ്റെ തീയതി അത് ഏത് മാസമാണോ, ഇവിടെ 11/8/2025 ആയതുകൊണ്ട് ഞാനത് ഓഗസ്റ്റാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. അത് തന്നെ ആണ് നമ്മളവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ആ സാങ്ഷൻ നമ്പറിൽ ആ ഒരു പേ സ്ലിപ്പിൻ്റെ നമ്പറാണ് ഞാൻ അവിടെ എൻ്റർ ചെയ്തത്. പിന്നെ അതിനുശേഷം സാങ്ഷൻ ഡേറ്റ് നമ്മളുടെ പേ സ്ലിപ്പിൻ്റെ ഡേറ്റ് ഏതാണോ അത് നമ്മളവിടെ കൊടുക്കുക. ഇവിടെ 11/8/2025 ആയതുകൊണ്ട് ഞാൻ ആ 11/8/2025 അവിടെ കൊടുക്കുന്നത്. അതിന് തൊട്ട് താഴെയുള്ള റെഗുലർ പീരിയോഡിക്കൽ സലണ്ടർ അത് തന്നെയാണ്, അത് നമ്മൾ വേറൊന്നും മാറ്റി കൊടുക്കേണ്ടതില്ല. അതിനുശേഷം എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു പി എഫ്, ഇത് ഗസറ്റഡ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് പി എഫിലാണ് പോകേണ്ടത്. അതുകൊണ്ട് പി എഫ് തന്നെ യെസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്ന് ഈ വിവരങ്ങളെല്ലാം വായിച്ച് നോക്കിയിട്ട് ആ ഒരു കൺഫർമേഷൻ ഇതിൽ നമ്മൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വന്ന് ഈ എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്യണം. ഈ എംപ്ലോയി നമ്മൾ ആരുടെയാണോ സറണ്ടർ പ്രോസസ്സ് ചെയ്യുന്നത് ആ ഒരു എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഡേറ്റ് ഈ വ്യക്തി നമുക്കൊരു അപേക്ഷ ഫോം 30 അതായത് ലീവ് ഫോമിൽ തന്നിട്ടുണ്ടായിരുന്നു, അതിലെ ആ ഒരു തീയതിയാണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം എത്ര ദിവസത്തെ സറണ്ടറാണ് അതും നമ്മുടെ സ്ലിപ്പിനകത്തും ഉണ്ട്, ഈ വ്യക്തി തന്ന ഫോം 30-കകത്തും കാണും. ഇവിടെ 30 ദിവസം ആയതുകൊണ്ട് 30 ദിവസം. അതിനൊക്കെ പിന്നെ ആസ് ഓൺ ഡേറ്റ് ഉണ്ട്. ആസ് ഓൺ ഡേറ്റ് നമ്മളുടെ സ്ലിപ്പിനകത്തും ഉണ്ട്, ഈ വ്യക്തി തന്ന അപേക്ഷയ്ക്കകത്തും ആസ് ഓൺ ഡേറ്റ് കാണും. അതും നമ്മളിവിടെ എൻ്റർ ചെയ്ത് ഇൻസേർട്ട് കൊടുക്കുക. ഇത്രയാകുമ്പോഴത്തേക്ക് ഓർഡർ ജനറേഷൻ എന്നൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇനി നമുക്ക് ബില്ല് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ ലീവ് സറണ്ടർ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം സാങ്ഷൻഡ് മന്ത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സാങ്ഷൻഡ് മന്ത് നമ്മൾ എന്നാണോ നമുക്ക് AG സ്ലിപ്പ് കിട്ടിയത് ആ ഒരു മന്താണ് അവിടെ എൻട്രി ചെയ്യേണ്ടത്. ആ ഒരു മന്ത് വെച്ചാണ് നമ്മൾ ഓർഡർ ജനറേറ്റ് ചെയ്തത്. ഈ ഒരു വ്യക്തിയുടെ കേസിൽ 11/8/2025 AGന്ന് കിട്ടിയ സ്ലിപ്പിൻ്റെ ഡേറ്റ്. അതുകൊണ്ട് ഞാനിവിടെ 8-ാം മാസം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇയർ 2025 അതിനുശേഷം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അത് കണക്ക് DDO കോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബിൽ ടൈപ്പ്, ഈ വ്യക്തി ഏത് ബിൽ ടൈപ്പിലാണോ വരുന്നത് അതും നമ്മൾ സെലക്ട് ചെയ്യുക. വലതുവശത്ത് ഈ വ്യക്തിയുടെ ഡീറ്റെയിൽസൊക്കെ പെന്ന്, പേര്, എത്ര ദിവസമാണ് സറണ്ടർ ചെയ്യുന്നത്, ആസ് ഓൺ ഡേറ്റ്, ഓർഡർ നമ്പർ, ക്രെഡിറ്റഡ് ടു PF അത് നമ്മൾ ശ്രദ്ധിക്കുക. PFലോട്ട് തന്നെ ആയിരിക്കണം പോകേണ്ടത്. അത് നമ്മൾ യെസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ പരിശോധിച്ച് അതിനുശേഷം നമ്മൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി ബില്ല് പ്രിപ്പയർ ആവുന്നതാണ്. ഈ പ്രിപ്പയർ ചെയ്ത ബില്ല് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കുറച്ച് നേരം, ഇതിപ്പം 1 മിനിറ്റാണ് കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ സാലറി മാറ്റേഴ്സിൽ, ബിൽസ് ആൻഡ് ഷെഡ്യൂൾസിൽ, ലീവ് സറണ്ടർ ബില്ല് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം പുതിയൊരു വിൻഡോ വന്നു. അതിനകത്ത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, ഇയർ 2025 കിടക്കുന്നത്. അതിന് ശേഷം മന്ത് നമ്മൾ വീണ്ടും പറയുകയാണ്. ഇവിടെ ഞാൻ 8-ാം മാസമാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ കാരണം പേ സ്ലിപ്പ് കിട്ടിയത് 8-ാം മാസമാണ്. നമ്മൾ അത് വെച്ചാണ് ഓർഡർ എൻ്റർ ചെയ്തത്. അവിടെയും നമ്മൾ 8-ാം മാസമാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ ഓഗസ്റ്റ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വലതുവശത്ത് ബില്ല് നമുക്ക് വരും. അതിൽ സറണ്ടർ ബില്ല് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി നമ്മൾ അക്കൗണ്ട്സിൽ പോവുക. നേരെ ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ബില്ല് മേക്ക് ചെയ്യണം. അതിന് അക്കൗണ്ട്സിൽ ബിൽസിൽ വന്നിട്ട് മേക്ക് ബിൽ ഫ്രം പേറോൾ എന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ ഒരു വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, അതിനുശേഷം ബിൽ നേച്ചർ എന്ന് പറയുന്നത് ലീവ് സറണ്ടറാണ്. ലീവ് സറണ്ടർ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു വിൻഡോ വന്നു. ഇത് നമ്മൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആർക്കൊക്കെയാണ് നമുക്ക് ഏൺ ലീവ് സറണ്ടർ ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലാത്തൊരു കേസിലാണെങ്കിൽ അതിന് DDO വ്യക്തിപരമായി അതിന് ഉത്തരവാദിയായിരിക്കും. അതൊക്കെയാണ്. ഈ ഒരു കേസിൽ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് നമ്മൾ PF തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ സെലക്ട് ബില്ലിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത ബില്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏറ്റവും താഴെയുള്ള മേക്ക് ബില്ലിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളിപ്പം പ്രോസസ്സ് ചെയ്ത ബില്ല് മേക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലോട്ട് പോകാം. അതിന് മുമ്പ് നമുക്ക് KSEB പോർട്ടലിൽ നിന്നും ഈ വ്യക്തിയുടെ ഏൺ ലീവ് സറണ്ടർ സ്ലിപ്പ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിപ്പം KSEB പോർട്ടലിൻ്റെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ DDO ലോഗിനിലാണ് കയറേണ്ടത്. ആ ഒരു ചൂസ് യുവർ ടൈപ്പ് ഓഫ് യൂസർ DDO/SEO/CCO എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എൻ്റർ യുവർ ID നമ്മൾ DDO കോഡും പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ച കൊടുക്കുക. ക്യാപ്ചയും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളുടെ DDOയുടെ ഫോണിലൊരു OTP വരും. ആ ഒരു OTP നമ്മൾ എൻ്റർ ചെയ്ത് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് KSEB പോർട്ടലിൻ്റെ ഹോം പേജിൽ നമ്മൾ എത്തുന്നതാണ്. ഇനി നമ്മൾ ആ വലതുവശത്തുള്ള പേ സ്ലിപ്പ് ഗസറ്റഡ് ഓഫീസർ എന്ന ഉള്ള ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് വ്യക്തിയുടെയാണോ നമ്മൾ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ പെന്ന് എൻ്റർ ചെയ്ത് നമ്മൾ സെർച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ ഇതുവരെയുള്ള എല്ലാ സ്ലിപ്പുകളും വരും. അതിൽ നിന്നും നമ്മൾ ആ ഒരു ഏൺ ലീവ് സറണ്ടറിൻ്റെ സ്ലിപ്പ് നോക്കി എടുത്തിട്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ സ്പാർക്കിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഭാഗത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ അത് അതിൻ്റെ ഒരു പേര് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്. കാര്യം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ് മാറിപ്പോകാതിരിക്കാൻ ELS പേ സ്ലിപ്പ് എന്ന് എൻ്റർ ചെയ്ത് ഞാനത് സേവ് ചെയ്തു. ഇനി നമ്മൾ അക്കൗണ്ട്സിൽ, ബിൽസിൽ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഏൺ ലീവ് സാങ്ഷൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ഓഫീസിൽ, അതായത് ഏൺ ലീവ് സറണ്ടർ സാങ്ഷൻ ചെയ്യാൻ അർഹതപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രൊസീഡിങ്സ് ആക്കിയാണല്ലോ AGയിലോട്ട് അയക്കുന്നത്. ആ ഒരു പ്രൊസീഡിങ്സും അതിനുശേഷം AGയിൽ നിന്നും നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത KSEB പോർട്ടലിൽ വന്ന ആ ഒരു സ്ലിപ്പുമാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതിനായിട്ട് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ് എന്നിവ സെലക്ട് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ഓഫ് ബില്ല് എന്ന് പറയുന്നത് സാലറിയാണ്. ബിൽ നേച്ചർ ആദ്യത്തെ ഓപ്ഷൻ, സാലറി, അരിയേഴ്സ്, ലീവ് സറണ്ടർ, ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ബില്ല് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്ത ബില്ല് അവിടെ വരും. അത് നമ്മളവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഡോക്യുമെൻറ്റ് ടൈപ്പ് ടു ബി അപ്ലോഡഡ് എന്നതിൽ ആദ്യം ഞാൻ എൻടൈറ്റിൽമെൻറ്റ് സാങ്ഷൻ ഓർഡർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ട് താഴെ ഈ PDF അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ ഞാൻ
ആ ഒരു എൻട്രി ഉള്ള സ്ഥലത്ത് സാങ്ഷൻ ഓർഡർ എൻ്റർ ചെയ്ത് ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ വ്യക്തിയുടെ ആ ഒരു പ്രൊസീഡിങ്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അടുത്തത് വീണ്ടും ഞാൻ അതർ ഡോക്യുമെൻറ്റ്സിലാണ് കൊടുക്കുന്നത്. അതർ ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്ത് ആഡ് ഡോക്യുമെൻ്റ് കൊടുത്തതിന് ശേഷം അവിടെ പേ സ്ലിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് ചൂസ് ഫയലിൽ നമ്മൾ മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു പേ സ്ലിപ്പും കൂടി അപ്ലോഡ് ചെയ്ത് ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കുന്നതോടുകൂടി ഇത് ഇ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ട് പോകുന്നതാണ്. നമ്മളിനി ഇ സബ്മിഷൻ ചെയ്യാനായിട്ട് അക്കൗണ്ട്സിൽ ബിൽസിൽ ഇ സബ്മിറ്റ് ബില്ല് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ബിൽ നേച്ചർ എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷൻ, സാലറി അരിയേഴ്സ് ലീവ് സറണ്ടർ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡി ഡി ഒ കോഡും കൂടി സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ബിൽ ടു സബ്മിറ്റ് എന്നതിൽ നമ്മൾ ആ ബില്ല് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ വലതുവശത്തുള്ള ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വലതുവശത്ത് ബിൽ ഡീറ്റെയിൽസ് എല്ലാം വരും. ആ ബിൽ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു വ്യൂ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ബില്ല് ഡൗൺലോഡായി വരും. അത് കറക്റ്റ് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തത് കറക്റ്റാണോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുശേഷം തൊട്ട് താഴെയുള്ള ആ ഒരു ഡിക്ലറേഷനിൽ നമ്മൾ ടിക്ക് ചെയ്ത് അപ്രൂവ് ആൻഡ് സബ്മിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മളുടെ DSC ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്ത് നമുക്ക് ബില്ല് ഈ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഗസറ്റഡ് ജീവനക്കാരുടെ ഏൺ ലീവ് സറണ്ടർ പ്രോസസ്സിംഗ് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.